ഒരാൾ നോ എന്ന് പറഞ്ഞാൽ അതിനെ റെസ്പെക്ട് ചെയ്യുക എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വേണ്ട എന്ന് പറയുന്ന ഒരാളെ നിർബന്ധിച്ച് ഒന്നും ചെയ്യിക്കരുത്. അതിപ്പോ കുട്ടികളോടാണെങ്കിലും അങ്ങനെ തന്നെ. നമ്മൾ മുതിർന്നവർ കുട്ടികളിൽ വേണ്ട എന്ന വാക്കിനെ ബഹുമാനിക്കാതെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ എന്താണ്, അല്ലെങ്കിൽ ഇതും കൂടി ഒന്ന് കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ നമ്മൾ അവരെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടക്കേടുകൾക്ക് ഒരു വിലയുമില്ല, അല്ലെങ്കിൽ പറയുന്നതെല്ലാം അനുസരിക്കണം എന്നൊക്കെ ആകാം. നമ്മൾ മുതിർന്നവർ കുട്ടികളിലെ വേണ്ട എന്ന വാക്കിനെ ബഹുമാനിക്കാതെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ എന്താണ്, അല്ലെങ്കിൽ ഇതും കൂടി കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ നമ്മൾ അവരെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടക്കേടുകൾക്ക് ഒരു വിലയുമില്ല, അല്ലെങ്കിൽ പറയുന്നതെല്ലാം അനുസരിക്കണം എന്നൊക്കെ ആകാം. ഇത് ഒരുപാട് അപകടങ്ങൾ വിളിച്ചു വരുത്തും. നമ്മളിപ്പോ കുട്ടിയുടെ സമ്മതമില്ലാതെ അവനെ നിർബന്ധിക്കുന്നത് പിന്നീട് ആ കുട്ടി മറ്റൊരാളുടെ വേണ്ട എന്ന വാക്കിനെ ബഹുമാനിക്കാതെ പോകുന്നതിന്റെ പ്രധാന കാരണമാകും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുട്ടി അങ്കിളിനെ കെട്ടിപ്പിടിക്കാൻ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ പോയി കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ മോശം കുട്ടിയാകും എന്ന് പറഞ്ഞ് നിർബന്ധിച്ചാൽ കുട്ടി അവന്റെ ഇഷ്ടമില്ലായ്മയെ മറികടന്ന് മറ്റൊരാൾക്ക് വേണ്ടി വഴങ്ങാൻ പഠിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കുട്ടികളെ ഇത് പഠിപ്പിക്കാനുള്ള 2 വഴികൾ ഇതൊക്കെയാണ്. വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുക. ഒരു കുട്ടി വേണ്ട എന്ന് പറഞ്ഞാൽ ശരി, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ആ വാക്കിനെ ഉടൻ അംഗീകരിക്കുക. ഉദാഹരണത്തിന്, കെട്ടിപ്പിടിക്കാൻ നിർബന്ധിക്കരുത്, പകരം കൈ കൊടുക്കാൻ മാത്രം അവരോട് ആവശ്യപ്പെടുക. ഇനി ലളിതമായി വേണ്ട, മതി എന്നൊക്കെ പഠിപ്പിക്കുക. എനിക്ക് വയ്യ, എനിക്ക് തിരക്കുണ്ട് എന്നൊന്നും പറഞ്ഞ് ന്യായീകരിക്കാതെ വേണ്ട, എനിക്ക് താല്പര്യമില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നും അതിന് വിശദീകരണം നൽകേണ്ടതില്ല എന്നും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. സമ്മതം എന്നത് ഒരാളുടെ വ്യക്തിപരമായ അവകാശമാണ്. ആർക്കും അത് നിർബന്ധിച്ച് വാങ്ങാൻ അവകാശമില്ല.